നല്ല വാട്ടിയ വാഴയിലയിൽ ചൂട് കല്ലുമ്മക്കായി ഇതുപോലെ പൊരിച്ചിടുമ്പോൾ ഒരു പ്രത്യേക മണം വരാനുണ്ട്. ഇത് പൊതിഞ്ഞ് കൊടുത്തു വിട്ട് കഴിഞ്ഞാൽ ആ കിട്ടുന്ന ആൾക്കാർക്ക് കിട്ടുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, അത് ഞാൻ ശരിക്കും അനുഭവിച്ച് തന്നെ അറിഞ്ഞു. സംഭവം അത്രയും കൊതിച്ച് നിൽക്കുന്ന കുറച്ച് പേർക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുത്ത ഒരു കല്ലുമ്മക്കായി പൊരിച്ചതായിരുന്നു. ഇപ്പോൾ ഈ കല്ലുമ്മക്കായൊക്കെ ആൾക്കാർ ഗിഫ്റ്റ് വരെ കൊടുക്കാൻ വേണ്ടി തുടങ്ങി. കാരണം ഇതൊക്കെയാണ് ആൾക്കാർക്ക് കിട്ടാതെ കിട്ടുന്ന സാധനം എന്ന് പറയില്ലേ. ഇത് സംഭവം നല്ല ഫ്രഷ് ആയിട്ടുള്ള കല്ലുമ്മക്കായാണ്. ഞാൻ ഇന്ന് വാങ്ങിയത് നമ്മുടെ കണ്ണൂർ സിറ്റിയിലുള്ള നൗഷാദക്കയുടെ കടയിലാണ്. നമ്പറൊക്കെ ഒന്ന് മിന്നായം പോലെ അവിടെ പോയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ പേര് പറയാം കേട്ടോ. അത്യാവശ്യം നല്ല കല്ലുമ്മക്കായ് തന്നെയായിരുന്നു. കാരണം ചില കല്ലുമ്മക്കായ് നമ്മൾ പൊരിക്കുമ്പം തന്നെ നല്ലൊരു മണം ഉണ്ടാവും. അത് എനിക്കിതിൽ കിട്ടി. അതേ ടേസ്റ്റായിരുന്നു അതവിടെ എത്തുന്നവരെ ഉണ്ടായത്. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ കൂടുതൽ ആർഭാടൊന്നും ചേർക്കാറില്ല. കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഉപ്പും മഞ്ഞളും കാശ്മീരി ചില്ലി മാത്രമേ ഞാൻ ചേർക്കാറുള്ളൂ. അതുപോലെ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൈ വെച്ച് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്യാം. നല്ല ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഇതിട്ട് കൊടുക്കാം. എല്ലാം കൊടുത്ത് പരത്തി കൊടുക്കാം. ഇതുപോലെ ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണേ, എണ്ണ കുറച്ചൊരു ചൂടുണ്ടാവും. ആ ഒരു ഏലില്ല എന്നുണ്ടെങ്കിൽ ചെയ്തിട്ട് കിട്ടാൻ കുറച്ചൊരു പ്രയാസമാണ്. അപ്പോൾ അതൊക്കെ വെച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ ആദ്യം ഒരു 10 മിനിറ്റ് അടച്ച് വെക്കുക. വീണ്ടും ലോ ഫ്ലെയിമിൽ ഇതിൻ്റെ നിറവും ഭാവവും ഒക്കെ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ഏകദേശം ഈ ഒരു പരിവാകുമ്പം ഓവർ ഉണങ്ങി ചുക്ക് പോലെ ആവാതെ ഈ ഒരു സെമി ഗ്രേവി അല്ല, അതിൻ്റെ മുകളിൽ ഇതുപോലെ ഇങ്ങനെ മസാല ഇങ്ങനെ പറ്റി കിടക്കുന്നുണ്ടാവും. ഈ ഒരു സമയത്ത് കല്ലുമ്മക്കായ എടുക്കുമ്പം ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ലോ ഫ്ലെയിമിൽ ഏകദേശം ഒരു 40-45 മിനിറ്റോളം എടുത്ത് സ്ലോ കുക്ക് ചെയ്ത ഈ ഒരു കല്ലുമ്മക്കായ പൊരിച്ചതിന് പ്രത്യേക ടേസ്റ്റായിരുന്നു. ഇതിൻ്റെ ഒരംശം പോലും ബാക്കി വെക്കാതെ എല്ലാം, കാരണം വളരെ കുറച്ചായിരുന്നു കിട്ടിയത്. പക്ഷെ അത് മൊത്തവും ഇവിടെ വെച്ചിട്ടുണ്ട്. പക്ഷെ ഇതും മതിയാവാതെ വരും.